ഇറാൻ ഉടൻ തച്ചു തകർക്കപ്പെടുമെന്ന് കരുതിയിരുന്ന ഒരുപാട് പേർ ഇപ്പോൾ കടുത്ത നിരാശയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് ഇറാൻ്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖാംനെയിയെ പടിയിറക്കി അവിടെ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകമായ ഒരു പുത്തൻ ഭരണാധികാരി വരുമെന്നും ഇറാനിലെ ഇസ്ലാമിക ഭരണം ഉടൻ താഴെ വീഴുമെന്നുമൊക്കെ സ്വപ്നം കണ്ടവർ ഒരു മാസത്തിനിപ്പുറവും അത് നടക്കാത്തതിൻ്റെ പേരിൽ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമിക ഭരണം എന്നൊക്കെ കണ്ടാൽ അതൊക്കെ തകരണമെന്ന് മാത്രം ചിന്തിക്കുന്ന വർഗീയ പരീക്ഷകൾ അമേരിക്കയുടെ തകർച്ചയും ഇറാൻ്റെ മുന്നേറ്റവും കണ്ട് കുരുപൊട്ടി കരയുകയാണ് എന്ന യാഥാർത്ഥ്യം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിൽ നിരവധി പേർ വന്ന് ഇറാൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് നമ്മൾ നൽകുന്ന വാർത്തകൾ വ്യാജമാണ്, തെറ്റാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് കിടന്ന് കരയുന്നുണ്ട്. മറ്റുള്ള പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടരുത്. അവർ കരഞ്ഞു തീർക്കട്ടെ അവരുടെ വിഷമം, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വലിയ പ്രതിരോധത്തിലാണ് എന്നും ഇറാൻ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാതെ അമേരിക്കയെ വെല്ലുവിളിച്ച് തലയുയർത്തി നിൽക്കുകയാണ് എന്നുമുള്ള യാഥാർത്ഥ്യം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പഠിക്കുകയും ചർച്ച ചെയ്യുകയും വായിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ വെറും ജലരേഖയോ വെറും തള്ളുകളോ മാത്രമായി മാറുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇറാനുമേൽ അമേരിക്കയ്ക്ക് ആധിപത്യമുണ്ടെന്നോ, അമേരിക്ക ഇറാനെ തകർത്തുവെന്നോ, ആയത്തുള്ള അലി ഖാംനെയി ഭരണം അമേരിക്കയെ ഏൽപ്പിച്ച് ആത്മഹത്യ ചെയ്തുവെന്നോ എന്താണ് പറയേണ്ടത്? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വ്യാജമാണ്, സുഡാപ്പികളെ സുഖിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ചില ചാവാലി സംഖ്യകൾ കമൻ്റ് ഇടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. രാഷ്ട്രബോധമോ രാഷ്ട്രീയ ബോധമോ പൊതുബോധമോ പ്രാഥമിക വിദ്യാഭ്യാസമോ പോലുമില്ലാത്ത കഴുതകളാണ് അങ്ങനെ വന്ന് കരഞ്ഞു തീർത്തിട്ട് പോകുന്നത്. അവരെ മൈൻഡ് ചെയ്യരുത് എന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ തെറി കമൻറ്റുകൾ റിമൂവ് ചെയ്തുകൂടെ? നെഗറ്റീവായിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. എൻ്റെ വാട്സപ്പിൽ മെസ്സേജൊക്കെ അയക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ കൂടി അറിവിലേക്ക് എല്ലാവരോടുമായി പറയുകയാണ്, ഇങ്ങനെ കമൻ്റ് ഇടുകയും നമ്മളെ ചീത്ത വിളിക്കാനായി വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ റീച്ച് കൂട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പൽ പടയുമായി ഇറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രഹരം കൂടി കിട്ടാൻ പോവുകയാണ്. ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ട വാർത്തയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് നോക്കുക. ഇറാനിയൻ ഡ്രോൺ സ്വാംസ് പോസ് ത്രെറ്റ് ടു US ഷിപ്സ്, എക്സ്പേർട്ട് സെയ്സ് ആസ് USS എബ്രഹാം ലിങ്കൺ അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പടക്കപ്പൽ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകുന്നോ അതനുസരിച്ച് ഇറാൻ്റെ ഡ്രോണുകളാൽ ചുറ്റപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതായാണ് ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. സമാന രീതിയിലുള്ള വിലയിരുത്തലുകൾ, റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും ഇതോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്കൻ പടക്കപ്പലുകളെ തകർക്കാനുള്ള സകല സന്നാഹങ്ങളും ഇറാൻ തയ്യാറാക്കിയിട്ടുള്ളതായി ഈ മേഖലയിലെ നിരീക്ഷകർക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. അവർ അത് പരസ്യമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇറാൻ അടുത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ എത്തിയാൽ അത് ഛിന്ന ഭിന്നമായി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നു തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് ഏറ്റവും അധികം ഡ്രോണുകളുടെ വൈവിധ്യമുള്ളത്, അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ ഡ്രോണുകൾ ഏറ്റവും അധികമുള്ളത് ഇറാൻ്റെ പക്കലാണ്. ഇറാൻ പല ഘട്ടങ്ങളിലും ഇത് തന്ത്രപരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഡ്രോണുകളായാലും ബാലിസ്റ്റിക് മിസൈലുകളായാലും അത് ഏറ്റവും അധികം പേര് കേൾക്കുന്നത് ഒന്ന്, ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കൂട്ടത്തോടെ പ്രയോഗിക്കുമ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതെല്ലാം ഒരേ സമയം പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറേ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും. കഴിഞ്ഞ തവണ ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ ചെയ്ത രീതി അതാണ്. അതായത് അത്രയധികം കരുത്തുള്ള, ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായിട്ട് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം മിസൈലുകളെ ഒരേ സമയം തടുക്കാൻ അമേരിക്കയുടെ ആരോ, താഡ് തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന
അയൺ ഡോം എന്ന് പറയുന്ന മെക്കാനിസത്തിനോ കഴിഞ്ഞില്ല. അങ്ങനെ മിസൈലുകൾ കൂട്ടത്തോടെ ഇസ്രായേലിൽ വീണു. അതാണ് അന്ന് സംഭവിച്ചത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കൽ ഏതാണ്ട് 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ, അതിനൂതനമായ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അവരുണ്ടാക്കിയിട്ടുണ്ട്. പഴയ സ്റ്റോക്കല്ല, ഏറ്റവും പുതുതായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ തന്നെ പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ പണ്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം മിസൈലുകളുടെ പ്രയോഗം ഒന്നിച്ച് നടത്താൻ കഴിയുന്ന ഇറാൻ ഈ പടക്കപ്പലുകൾക്ക് നേരെ ഇവ ഉപയോഗിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പടക്കപ്പലുകൾക്കും എയർ ഡിഫൻസ് സിസ്റ്റവും മറ്റുമുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന വിധത്തിൽ തുടർച്ചയായ ഒരു ആക്രമണത്തിന് ഇറാൻ ലക്ഷ്യമിട്ടേക്കുമെന്നാണ് ഈ ജെറുസലം പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നോക്കുക, ഇഫ് ഹൺഡ്രഡ്സ് ആർ ലോഞ്ച്ഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം സം ആർ മോസ്റ്റ് സർട്ടൻ ടു ഗെറ്റ് ത്രൂ. അത് ഫോക്സ് ന്യൂസ് ഡിജിറ്റൽ എന്ന മാധ്യമത്തിന് കനേഡിയൻ ഡ്രോൺ കമ്പനിയുടെ തലവനായിട്ടുള്ള കാമറോൺ ചെല്ല് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അത് ഡ്രോണുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ മിസൈലുകളും കൂട്ടത്തോടെ എത്തിയാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് വൈവിധ്യങ്ങളായ ഡ്രോണുകളുടെ ശേഖരമുണ്ട്, വൈവിധ്യങ്ങളായ മിസൈലുകളുണ്ട്. അതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഫൈറ്റർ ജെറ്റുകളാണ് ഏറ്റവും അധികമുള്ളത്. അമേരിക്കയുടെ ഈ പടക്കപ്പലിനെ സംബന്ധിച്ച് ഒരു USS എബ്രഹാം ലിങ്കൺ എന്ന ഏറ്റവും വലിയൊരു കപ്പലുണ്ട്. അതുപോലെ ചെറു കപ്പലുകളുണ്ട്. അവയുടെ ലക്ഷ്യം എയർ ഡിഫൻസ് ഒക്കെ തന്നെയാണ്. അതോടൊപ്പം ഏതാണ്ട് 90ഓളം യുദ്ധവിമാനങ്ങൾ, F-35, F-13 എന്നൊക്കെ പറയുന്ന ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളും ഈ പടക്കപ്പലിലുണ്ട്. അതോടൊപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന ഭീമാകാരനായിട്ടുള്ള വിമാനങ്ങളുണ്ട്. മറ്റു പല ഫൈറ്റർ ജെറ്റുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന് നേരെ ആക്രമണം നടത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പല അറബ് രാജ്യങ്ങളും ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു. UAE-യും അതുപോലെ തന്നെ സൗദിയും ഒമാനും ഒക്കെ, ഖത്തർ അടക്കം ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ അമേരിക്കയോട് നിലപാട് പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത്, അത് വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളുടെ സമുദ്രാതിർത്തിയിൽ നിന്നോ കരാതിർത്തിയിൽ നിന്നോ ഒന്നും ഇത്തരമൊരു ആക്രമണം നടക്കില്ല എന്ന് പറഞ്ഞതോടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലുള്ള അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഒരാക്രമണം സാധ്യമല്ല എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവശേഷിക്കുന്നത് ഈ കടലിലുള്ള കപ്പലിലെ ഫൈറ്റർ ജെറ്റുകളാണ്. ആ ഫൈറ്റർ ജെറ്റുകൾ അടക്കം തകർക്കുന്ന വിധത്തിൽ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്, മാധ്യമങ്ങളത് വാർത്തയാക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഈ അമേരിക്കയുടെ പടക്കപ്പൽ ബോംബിട്ട് തകർക്കുന്ന അല്ലെങ്കിൽ മിസൈലുകൾ അയച്ച് തകർക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രം, ഒരു ഛായാചിത്രം അവിടുത്തെ ഒരു വലിയ ചുമരിൽ പ്രദർശിപ്പിച്ചിരുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റിനുള്ള, അമേരിക്കയ്ക്കുള്ള കനത്ത തിരിച്ചടിയായി തന്നെയാണ്, അല്ലെങ്കിൽ പ്രതീകാത്മകമായി ഞങ്ങൾ വേണ്ടി വന്നാൽ തകർക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാരകമായ അതീവ വൈദഗ്ധ്യമുള്ള ഡ്രോണുകൾ ഇറാൻ വികസിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വികസിപ്പിച്ചിട്ടുണ്ട് എന്നും അവ ഇറാനിലേക്ക് ഈ കപ്പലുകൾ അടുക്കും തോറും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നത്. ഇറാൻ്റെ ഡ്രോണുകൾ മാരകമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അയൺ ഡോമിനെ ഉൾപ്പെടെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം, അമേരിക്കയുടെയും ഈ ഇസ്രായേലിൻ്റെയും ഒക്കെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകളെ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ താഴ്ന്നു പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഫോടനം നടത്തിയ ചരിത്രമുള്ള ഡ്രോണുകളാണ് ഇറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നിച്ച് പ്രയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഈ കപ്പലിന്. അതായത് ഈ പടക്കപ്പലിന് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ഈ പടക്കപ്പൽ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത ഇപ്പോഴില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ചത് വലിയ നാണക്കേടുണ്ടാക്കും, വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം ഒരു കാര്യത്തിന് ഇറക്കി വിട്ടിട്ട് അത് തിരിച്ചു വിളിക്കേണ്ടി വരിക, സമ്മർദ്ദ ഫലമായി തിരിച്ചു വിളിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഭയന്നതാണ് എന്ന വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകും, ഇറാൻ ജയിച്ചു എന്ന വ്യാഖ്യാനത്തിന് കാരണമാകും. അപ്പോൾ ഒരിക്കലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പൊടുന്നനെ ട്രംപ് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കപ്പലുകൾ ഇനി എന്ത് ചെയ്യും? അത് നങ്കൂരമിട്ട് കിടക്കുകയാണ്. അതിനി ഇറാൻ്റെ പരിധിക്ക് ഉള്ളിലേക്ക് കടന്നാൽ വലിയ ആക്രമണങ്ങൾ
ഉണ്ടാകും എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഹൂത്തികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്, ഹിസ്ബുള്ള കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഹൂത്തികളെ സംബന്ധിച്ച് കടലിൽ മാരകമായ ഓപ്പറേഷനുകൾ നടത്തുന്ന ഗ്രൂപ്പാണിത്. ഇതിനു മുമ്പ് 100ഓളം കപ്പലുകൾ, വെസലുകൾ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിലെ പ്രശ്നം ഉണ്ടായ സമയത്ത്. അപ്പോൾ കപ്പലുകൾ തകർക്കുക, കപ്പലുകളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് ഹൂത്തികളെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആക്രമണം നടത്തുമോ അമേരിക്കൻ പടക്കപ്പലുകളിലേക്ക് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും ട്രംപിനെ വിറപ്പിക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഒരു പ്രഹരമായി തന്നെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച ആക്രമണത്തിനുള്ള സാധ്യത തെളിയുകയാണ്. അങ്ങനെ ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാകും. എന്തായാലും ഈ ഡ്രോണുകളടക്കം സജ്ജമാകുന്നു, അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ട്രംപിന് രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. കുടുങ്ങി എന്ന ഗതികേടിലേക്ക്, എന്ന ദുരവസ്ഥയിലേക്ക് ട്രംപ് എത്തി എന്നൊക്കെ നമുക്ക് പറയാനും സാധിക്കും.